ശിവരാമൻ നായരോ? കയറുവാ ശിവരാമൻ നായരെ. ഈയിടെ കാണാനേ ഇല്ലല്ലോ, ഇവിടെ ഇല്ലേ? ഉണ്ട്. ഞാൻ വയലിൽ നിന്ന് പണിയും കഴിഞ്ഞ് വരുമ്പോ നേരെ സമയമാവും. അപ്പോ ഒന്നും സാറിവിടെ കാണത്തില്ല, അല്ലെങ്കിൽ അല്ല സാറിവിടെ കാണത്തില്ല. അല്ല, ശിവരാമൻ നായർ ഈയിടെ ഭയങ്കര ബിസിയാണല്ലോ. ആ, സ്വല്പം ബിസിയാണ്. കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമായിട്ട് വന്ന് പറയാമെന്ന് കരുതിയതാ. മോളും എന്റെ കല്യാണം തീരുമാനിക്കും. എല്ലാം കൊണ്ട് ഒരു മനസ്സമാധാനമുണ്ട്. എന്നാലും ഈ കാലത്ത് ഇങ്ങനെയെങ്കിലും ഒരുത്തം വന്നു കയറുന്നത് വലിയ ഭാഗ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താ ചെറുക്കന് ജോലി? കൃഷിപ്പണിയാ. പ്രായവും കുറച്ച് കൂടുതലുണ്ട്. പിന്നെ ഒരു സമാധാനമുള്ളത് കഴിഞ്ഞുകൂടാനുള്ള വകയൊക്കെ ഉണ്ട്. സുശീലയ്ക്ക് സമ്മതക്കേടൊന്നുമില്ലേ? അങ്ങനെ ഇപ്പോ അവളുടെ സമ്മതം ഒന്നും ചോദിക്കാൻ നിന്നില്ല. അവൾക്കും അറിയാവുന്നതല്ലേ എന്റെ പാടും ദുരിതമൊക്കെ. കരഞ്ഞുകൊണ്ടാണെങ്കിലും അവൾ സമ്മതിക്കും. സുശീല കണ്ടായിരുന്നോ? ആരെ? കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ കണ്ടു. കുറച്ച് പ്രായം കൂടുതലാണെന്ന് അച്ഛൻ പറഞ്ഞു. സുശീലയ്ക്ക് വിഷമമുണ്ടോ? ഇല്ല. ഇല്ലേ? ഇല്ല. എന്താ ഇല്ലാത്ത? ഞാൻ അത്രയ്ക്കൊക്കെ മോഹിക്കാൻ പാടുള്ളായിരുന്നു. ഞാനൊരു നാടോടിയാണ്. എനിക്ക് തന്നെ എന്നെ വിശ്വാസമില്ല. ഇന്നിവിടെ നാളെ അങ്ങനെ അങ്ങ് പോകാത്തതുണ്ട്. എന്തിനായിരുന്നു എന്റെ അയലത്ത് വന്നത്? എന്റെ വഴി ചീത്തയാ. എന്റെ ആവശ്യങ്ങളും വേറെ. ആവശ്യം നേടിക്കഴിഞ്ഞാ പിന്നെ ഞാൻ ഉണ്ടാവുമ്പോൾ തന്നെ കണ്ടറിയാം. എന്നേക്കാൾ മറ്റാരും ഭേദം. മറ്റാരും. ഞാൻ പോട്ടെ. മുഹൂർത്തം എടുക്കാറായി. നാളെ നോക്കൂ, ഞാൻ വന്നേക്കാം. ശരി. നാളെ വയ്ക്കോ? മുഹൂർത്തമാകുമ്പോ ഞാനിവിടെ കാണും. ഞാനിങ്ങോട്ട് പോന്നപ്പോ ശങ്കരിയമ്മയെ കണ്ടായിരുന്നു. അവരാ വാടകയുടെ കാര്യം ചോദിക്കുകയായിരുന്നു. നീ അവർക്ക് വാടക കൊടുക്കാനുണ്ടോ? ഞാൻ അവർക്കൊന്നും കൊടുക്കാനില്ല. സാറിന്റെ കാര്യമാണ് അവര് പറഞ്ഞത്. ഞാനെന്ത് കൊടുക്കാനുണ്ട്? സാർ ഇവിടെ വന്നിട്ട് 5 മാസമായിരുന്നു. അതിലവർക്ക് ഞാൻ വന്നിട്ട് 5 മാസം കഴിഞ്ഞോ?
അപ്പോ വളരെ വൈകിപ്പോയി. ഇനി വൈകിക്കൂടാ. എന്തോ ആലോചിച്ചു പോകുന്നത്? 5 മാസമായല്ലോ എന്ന് ആലോചിക്കായിരുന്നു. കുർത്തക്കാട് പറഞ്ഞാലുണ്ടല്ലോ. ആ ആർക്കാ 5 മാസമായത്? എനിക്ക്. സമ്മതിച്ചു. കണ്ട അങ്ങനെ തോന്നുകയും ചെയ്യും. ഞാൻ വന്നിട്ട് 5 മാസമായെന്നാ പറഞ്ഞേ. മാസങ്ങൾ അങ്ങനെയാ വരികയും പോവുകയും ചെയ്യും. ഞാൻ പോന്നേ. അമ്മണി ഒന്നിന്നേ ഒരു കാര്യം പറയട്ടെ. വീട്ടിലെ ആരുമില്ല. അങ്ങോട്ട് വാ, നമുക്ക് രണ്ടുപേർക്കും കൂടെ തനിച്ചിരുന്ന് സംസാരിക്കാം. അപ്പോഴേക്ക് നിന്റെ അപ്പച്ചനും വല്യപ്പച്ചനും ഒക്കെ താറാവിനെയും കൊണ്ട് വരും. പിന്നെ കാര്യം കുറച്ചൊരു കായല്ലായിരിക്കും. ആ അപ്പൊ പേടിയുണ്ട്. പേടിക്കാതിരിക്കാൻ പറ്റുമോ? അയ്യോ, ഒന്ന് വേഗം പറഞ്ഞു തൊലയ്ക്ക്. ഇന്ന് രാത്രിയില് എല്ലാരും ഉറക്കമായാലും ഞാനങ്ങ് വരും. വന്നോ? അതിനല്ല. കേട്ടാ മതി. കേട്ടോളാമേ. ആ അങ്ങനെ വഴിക്കുവാ. ഇന്ന് രാത്രിയില് നീ ഉറങ്ങാതെ കാത്തിരിക്കണം. കുറെ കഴിയുമ്പോ നിന്റെ താറാവെല്ലാം കരയും. അപ്പോ ആരും അറിയാതെ നീ ഇറങ്ങി വരണം. ഞാൻ ചാരുവരെ കാത്തിരിക്കാം. താറാവ് കരഞ്ഞില്ലെങ്കിലോ? താറാവ് കരയും, അല്ലെങ്കിൽ ഞാൻ കരയും. അങ്ങനെ കരയൊന്നും വേണ്ട. ഓ, ഒരു സൂത്രക്കാരൻ. ഞാനെങ്ങും വരത്തില്ല. ആഹാ, നീ വന്നില്ലെങ്കിലേ ഞാൻ നിന്റെ മുറി വരും. അയ്യോ, ആരെങ്കിലും കാണും. ഞാൻ പോന്നു. ഡേ, ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇനി നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഏറിയാൽ 2 മാസം നിന്നെ ഞാൻ എന്റെ കാൽക്കൽ വീഴ്ത്തും. സാർ ഇങ്ങോട്ടെങ്ങാനും വന്നോ? ആരാത്? സാർ ഇങ്ങോട്ടെങ്ങാനും വന്നോ? പൈലിയാശാനെ, പൈലിയാശാനെ. ആരാത്? ഞാനാ അപ്പച്ചൻ മാപ്പിളെ. നമ്മുടെ സാർ ഇങ്ങോട്ടെങ്ങാനും വന്നോന്നറിയാൻ വന്നതാ. അതിന് സാർ ഇവിടെ അല്ല താമസം? അല്ല, അതൊക്കെയറിയാം. പിന്നെ സാറും പൈലിയാശാനും കൂടെ ഇങ്ങോട്ടെങ്ങാണ്ടോ വന്നെന്നോ? ഇങ്ങോട്ട് വന്നില്ല. അപ്പൊ പൈലിയാശാൻ എവിടാണ് തപ്പിയെടുക്കാം. അപ്പൊ സാറും എവിടാണെന്ന് അറിയാം. നീ എന്തിനാണ് ഈ പാതിരാത്രിക്ക് പൈലിയാശാനെ തപ്പുന്നത്? സാറിനെ കാണാൻ ആരാണ്ട് വന്നിരിക്കുന്നു. ആരാണ്ട് ബന്ധുക്കളാണെന്നാ പറഞ്ഞത്. ബന്ധുക്കളോ? അങ്ങേർക്കോ? എന്നാ അവര് പറഞ്ഞത്. അതിക്കുള്ള നമ്മളെന്തിനാ തിരക്കുന്നത്? എവിടുന്നെങ്കിലും ആളെ പിടിച്ചോണ്ട് കൊടുത്താ നമ്മളെ ജോലി തീർന്നു. പുറത്തും ആരോ ചതിച്ചതാണ്. ഇന്ന് യുദ്ധങ്ങളോട് ചെയ്തവൻ നാളെ നമ്മോട് ഇത് തന്നെ ചെയ്യും.
ശരിയാണ് മോനെ. നമുക്ക് ആരാണ് വല്യപ്പച്ച ശത്രു? നമുക്ക് ശത്രു ദൈവം. ഇല്ലിച്ചായ, ഇത് മനുഷ്യന്റെ പണിയാണ്. ദൈവത്തിന് ഇതിൽ ഒരു കഴിയുമില്ല. മോളെ, ഇന്നലെ രാത്രി ആ ഞാണ് വരുമ്പോ എത്ര മണിയായി കാണും? എന്തോ എനിക്കറിയില്ല. ഞാൻ അപ്പോഴത്തേക്കും ഉറങ്ങി. ഞാനും ഇതിന്റെ രാത്രിയിലൂടെ വന്നത്. അതാ ഞാനും ആലോചിക്കുന്നത്. അവന്റെ സാറിനെ തിരക്ക് വന്നെന്നാ പറഞ്ഞത്. ഇതിപ്പോ ഇത്രയും കണ്ട സ്ഥിതിക്ക് അച്ചായ, ദൈവദോഷം ചെയ്യണമെന്ന് ശിക്ഷിക്കണം. ശിക്ഷിച്ചില്ലേ ദോഷം കിട്ടും. എന്ന് നിന്റെ രണ്ടിലും നടന്നിട്ട് ഞാൻ വരൂ. വീര്യം നാണോ കാണോ? ആ കൂട്ടുകാരൻ വരുന്നുണ്ടല്ലോ. നീ ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. ഞാൻ പിന്നെ സാറിനെ തിരക്കി. ഞങ്ങളുടെ താറാവ് അയ്യോ സാറേ, എന്നെ തല്ലില്ല സാറേ. അയ്യോ അയ്യോ തല്ലില്ല സാറേ. അയ്യോ തല്ലില്ല സാറേ. സാറേ, നീ എന്തിനാ കണ്ണിച്ചോറില്ലാത്ത പ്രവൃത്തി ചെയ്തു? ഞാനൊന്നും ചെയ്തില്ല സാറേ. ഞാൻ പാവമാണ് സാറേ. അയ്യോ സാറേ, സാറേ. നാളെ നീ ഞങ്ങൾക്കും വിഷം തരും. അതിന് നിന്നെ ഞാൻ വച്ചേക്കത്തില്ല. അയ്യോ അവനെ വിട്ടേര് വേനി. താറാവിന് വിഷം കൊടുത്തവനല്ല, പിന്നെ അത് ഞാനാ ചെയ്തത്. സാറ് കള്ളം പറയുന്നു. അത് നിനക്കെന്നെ മനസ്സിലാകാത്തോണ്ട് തോന്നുകയാണ്. ഇന്ന് താറാവ്, നാളെ നീ, പിന്നെ നിന്റെ ചേട്ടൻ, നിന്റെ മോള്. നിന്നെയൊക്കെ കണ്ടോണ്ടാണ് ഇത്രയും നാൾ ഞാൻ അവിടെ നിന്നത്. സാറേ, സാറല്ല, വിശ്വനാഥൻ. നീ അരിഞ്ഞു തള്ളിയ വാസുവിന്റെ മകൻ. നീ വെട്ടിക്കൊന്ന് കമലാക്ഷയുടെ മകൻ. സാറേ, സാറേ, അയ്യോ സാർ അറിഞ്ഞില്ലയോ? ആ പൈലി മാപ്പിള ചത്ത് കായലിൽ കിടക്കുന്നു. ഞാനങ്ങോട്ട് ഓടിപ്പോകുമ്പോഴാ ഇവിടെ വാതിൽ തുറന്നു കിടക്കുന്നുണ്ട്. വെള്ളം ഒടിച്ചുകൊണ്ട് കായലിൽ ഇറങ്ങി കാണും മേളിക്കാൻ. കാറ്റും ദശരും ഒന്നും ഓർത്തു കാണത്തില്ല. വെളുപ്പിന് ഇറങ്ങിയ വലക്കാരടുത്ത് കരക്കിട്ടത്. എവിടുന്നാ എടുത്ത്? കായലിൽ നിന്നോ കടലിൽ നിന്നോ? കായലിൽ നിന്ന്. അല്ലേ വരുന്നില്ലയോ? എന്തിന്? ഇത്രയും വലിയ അടുപ്പക്കാരായിട്ട്. അടുപ്പം? എന്തടുപ്പം? പൈലി മാപ്പിളയും നമ്മളും തമ്മില്. നമ്മളെന്ന് പറഞ്ഞ ആരോ? ഞാനോ നിങ്ങളോ? സാറ്. അല്ലാതിപ്പോ ഞാനുമായിട്ട് അങ്ങേർക്ക് എന്താ ഇത്ര അടുപ്പം? ഒന്നുമില്ലേ? ഇല്ല. വല്ലതും ഒക്കെ ആരെങ്കിലും സാറിനോട് പറഞ്ഞെന്ന് കാണും. എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നു, എനിക്കുള്ളതിനേക്കാൾ കൂടുതൽ അടുപ്പം ആ ചത്ത മനുഷ്യനോട് നിങ്ങൾക്കുണ്ടായിരുന്നു. എന്താ ഒന്നും മിണ്ടാത്തത്? ശങ്കരിയുടെ അമ്മേ, ഒരു ദിവസം വീട്ടിലാരും ഇല്ലായിരുന്നപ്പോ ഞാൻ ഓടിക്കേറി വന്നു. ദാ ഇവിടെയാണ് ഞാൻ നിന്നിരുന്നത്. അപ്പൊ നിങ്ങളും ഇന്നലെ കായൽ വീണ് ചത്ത മനുഷ്യനും കൂടി. എന്നിട്ടിപ്പം നിങ്ങൾ പറയുന്നു നിങ്ങളുമായിട്ട് ബന്ധമൊന്നുമില്ലെന്ന്. ഈ വിളി കേട്ട കാലം മറന്നു. എന്നാലും വേണ്ട, ഇനി അങ്ങനെ വിളിക്കണ്ട. പ്രത്യേകിച്ചും നിങ്ങൾ എന്നെ മകനെന്ന് വിളിക്കാൻ പാടില്ല. എന്താ കുഞ്ഞേ നീ അങ്ങനെ പറയുന്നേ? എനിക്ക് അമ്മയും അച്ഛനും ഇല്ലാതാക്കിയ സ്ത്രീയാണ് നിങ്ങൾ. നിങ്ങൾ കാരണം ഈ നാട്ടിലേക്ക് വീണ്ടും വന്നത്. ജീവിതത്തെ ഒരു വൃത്തികെട്ട മോഹത്തിലേക്ക് പിടിച്ചു കെട്ടിയവരാണ് നിങ്ങൾ. എന്നാലും എന്റെ മോനെ, നീ ഇത്രയും നാളെ എവിടെയായിരുന്നു? ഞാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ആരും നിങ്ങളോട് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതിങ്ങനെ വേണമായിരുന്നില്ല. ഒരു കാര്യം, നാളെ വൈകുന്നേരം വരെ നമ്മൾ തമ്മിൽ കണ്ട കാര്യം ആരോടും പറയാൻ പാടില്ല. നാളെ വൈകുന്നേരം കഴിഞ്ഞ് ആരോടും എന്ത് വേണമെങ്കിലും പറയാം.